എൻ്റെ പൊന്നുമക്കളെ, കുസുമേച്ചി ഒരു സംശയം ചോദിച്ചോട്ടെ. ഒരാളുടെ ഫാഷൻ എന്ന് പറഞ്ഞാൽ എന്തരാണ്? അല്ലേ, എന്തരാണ്? ഒരാൾ എന്തരിട്ടുകൊണ്ട് നടക്കണ്, ആ നടക്കണതിൽ അയാൾ കംഫർട്ടബിൾ ആണെന്ന് കംഫർട്ടബിൾ ആണ് എന്നുള്ളതല്ലേ അവരുടെ ഫാഷൻ എന്ന് പറയണത്. വിവരമുള്ളവർ പറഞ്ഞത് കേട്ടതാണ് കുസുമേച്ചി ചേട്ടാ. നമ്മളൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ നമുക്കത് സുരക്ഷിതമായിട്ട് തോന്നുകയാണെങ്കിൽ അത് നമ്മുടെ ഫാഷൻ എന്ന് പറയാം. നമ്മളൊരു മേക്കപ്പ് ഇട്ടിട്ട് നമുക്കത് സുരക്ഷിതമായിട്ട് തോന്നുകയാണെങ്കിൽ, നമുക്കതിലൊരു ആത്മവിശ്വാസങ്ങളും മറ്റും തോന്നണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മുടെ ഫാഷൻ എന്ന് വിളിക്കാം. തന്നല്ല, കഴിഞ്ഞ ദിവസം ഒരു സിനിമാ നടി എന്ന് പറയണവള് ഒരു ഉദ്ഘാടനത്തിന് പോയതാണ്. ഒരുത്തൻ്റെ ജീവിതകാലത്തെ സമ്പാദ്യം എടുത്താണ് ഒരു കടയോ മറ്റോ ഒക്കെ വെക്കണത്. അതിൻ്റെ ഉദ്ഘാടനത്തിന് എവരെ വിളിക്കണത് 5-6 ആൾ കൂടാൻ വേണ്ടി, പരസ്യത്തിന് വേണ്ടിയാണ്. അല്ല, എവളുമാരുടെ തുറന്നിട്ട് കാണിക്കാൻ വേണ്ടിയല്ലല്ല. അപ്പോൾ ഈ തുറന്നിട്ട് കാണിക്കണതാണ് ഫാഷൻ എന്നാണ് കുസുമേച്ചിക്ക് ഒരു സംശയം. എവളെ വിളിച്ചത് എവൾ കുറേ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, 5-6 ആളുകൾക്ക് അറിയാം, ആളുകൾ കൂടും, അതിന് വേണ്ടിയല്ലേ. അല്ലാതെ തുണിയില്ലാതെ ചെന്ന് നാട്ടുകാരെ ശരീരം കാണിക്കാൻ വേണ്ടിയാണ് എവളെയൊക്കെ വിളിക്കണത്. അങ്ങനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കണവളുമാരെ വിളിച്ചാൽ പോരെ. തുണി അഴിച്ച് കാണിച്ച് ആ തുണിയില്ലാത്ത ശരീരം കണ്ട് പരിചയമുള്ള നാട്ടുകാരൊക്കെ ഉള്ള കുറേ എണ്ണങ്ങളും ഉണ്ട് അങ്ങനെ കാട്ടിക്കൂട്ടണത്. അങ്ങനെയുള്ളവരെ വിളിച്ചാൽ പോരെ. അപ്പോൾ അതല്ല. എന്നിട്ട് ഇതിട്ടും കൊണ്ട് പോകണവർക്ക് എന്തെങ്കിലും ഒരു ആത്മവിശ്വാസം ഉണ്ടാ? അതില്ല. കുറച്ച് പയലുകൾ ഇവളുടെ കൂടെ ഒരു സെൽഫി എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഇവള് കൈകൊണ്ട് അവിടെ ഇവിടെ പൊത്തണ്, പിടിക്കണ്, മറയ്ക്കണ്. എന്തെന്നെ മറയ്ക്കണത്? ആയിരക്കണക്കിന് ആൾ കൂടണ ഇടമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇതൊക്കെ ഇട്ടുകൊണ്ട് പോണത്, തുറന്നിട്ടുകൊണ്ട് പോണത്. പിന്നെ എന്തെന്നെ മറയ്ക്കണത്? അല്ലെങ്കിൽ പിന്നെ അതിനുള്ള ആത്മവിശ്വാസം വേണം. കുറേ അവളുമാര് കഷ്ടവും കാണിച്ചുകൊണ്ടുള്ള തുണികൾ ഇട്ടുകൊണ്ട് നടക്കും. ഓരോരുത്തരി എന്തരിടണം എന്നൊക്കെ ഉള്ളത് അവരവരുടെ ഓരോ സംസ്കാരം, അവരവരുടെ ഇഷ്ടം. പിന്നെ ചൂട് കൂടുതലുള്ളവർ കൂടുതൽ തുറന്നിട്ടുകൊണ്ടൊക്കെ നടക്കും. പിന്നെ സംസ്കാരത്തെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ടാത്തവർ അതിനെയൊക്കെ ന്യായീകരിക്കും, അങ്ങനെയൊക്കെ നടക്കുകയും ചെയ്യും. എന്തരോ ആയി പോട്ടെ. ഈ കക്ഷം കാണിച്ചുള്ളത് ഇടണവളുമാർ അയ്യോ തലമുടി ഒന്ന് കെട്ടണമെങ്കിൽ ഇങ്ങനെ എന്തരനെ ചെയ്യണത്? കൈ രണ്ടും അങ്ങ് പോക്കണമെന്ന്, കൈ ഉയർത്തണം. അത് ഇട്ടുകൊണ്ട് നടക്കാനുള്ള ആത്മവിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ വലിച്ച് കയറ്റണം എന്തരന്? അപ്പം ഞാൻ പറഞ്ഞു വരണത് പൊന്നുമക്കളെ, ഇപ്പോൾ ഒരിടയ്ക്ക് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് മാത്രം കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കണ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പെണ്ണുങ്ങളുടെ ഇങ്ങനെയൊന്നും ഈ പ്രായത്തിനോടിടയ്ക്ക് കുസുമേച്ചി കണ്ടിട്ടില്ല. ഇതുപോലെ വലിപ്പത്തി വെച്ച് കെട്ടിയതും ഇതുപോലെ വലിയ സാധനങ്ങളൊന്നും നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ കണ്ടിട്ടില്ല. ഈ കാണാത്തതെല്ലാം എവളുമാർ ഉദ്ഘാടനത്തിനാണെന്നും പറഞ്ഞ് കുറേ എണ്ണങ്ങളെ കെട്ടി എഴുന്നള്ളിച്ച് നമ്മളെ കാണിച്ച്. അതെല്ലാം കഴിഞ്ഞിപ്പോൾ സിനിമാ നടിമാർ ഇറങ്ങിയിട്ടുണ്ട്. എവളുമാർക്ക് ഇത് തുറന്നിട്ടുണ്ട് നടക്കേണ്ട വല്ല കാര്യമുണ്ടാ? അകത്ത് ബ്രേസറുകളും മറ്റും ഇട്ടിട്ടില്ല, ഇടാതെ തുറന്നിട്ടുകൊണ്ട് നടക്കുകയാണ്. പണ്ട് പെണ്ണുങ്ങൾ മുലക്കരത്തിന് എതിരായിട്ട് സമരം ചെയ്ത് ചത്തൊടുങ്ങിയ പെണ്ണുങ്ങളുള്ള നാടാണിത്. മേൽമുണ്ട് കൊണ്ട് ഒന്ന് മറയ്ക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാതെ കിടന്ന നാട്ടിൽ ഇപ്പം അവളുമാർക്ക് മറയ്ക്കണ്ടെന്നും പറഞ്ഞ് കിടന്നുകൊണ്ടുള്ള സമരങ്ങളാണ് നടക്കുന്നത്. ഒരു സമരം പോലെയാണ് പെണ്ണുങ്ങൾ ഇപ്പം കണ്ടിരിക്കുന്നത്. ഞങ്ങൾ നടക്കും, ഞങ്ങൾക്ക് ഇങ്ങനെ നടക്കാനുള്ള സ്വാതന്ത്ര്യങ്ങളും മറ്റും ഇവിടെ ഇല്ലേ? അത് നിങ്ങൾക്ക് തരണം. ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്തര ഉദ്ദേശം? ചോദിക്കുമ്പോൾ പറയണത് പുല്ല് കൊതുകിരുത്തണില്ലല്ലോ. ചോദിക്കുമ്പോൾ പറയണത് ആരെയും വശീകരിക്കാനല്ല. ഇതൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യമാണ്, അവരവരുടെ ശരീരത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്, ആവശ്യമാണ്. ഈ കണക്കിന് തുണിയില്ല അങ്ങ് നടന്നാൽ മതിയല്ല. തുണി ഉടുക്കണമെന്ന് ആര് നിർബന്ധിച്ച്? അത് എൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് നടന്നാൽ നമുക്കൊക്കെ അങ്ങ് സമ്മതിച്ചു കൊടുക്കുകയല്ലേ മാർഗമുള്ളൂ. ഒരാൾ ഇന്ന് അങ്ങനെ അങ്ങ് നടന്നാൽ നാളെ കുറേ എണ്ണങ്ങൾ അത് കണ്ട് നടക്കാനും കാണും. അപ്പോൾ പിന്നെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി. കുസുമേച്ചി ഇങ്ങനെ വന്നിരുന്ന് പറയുമ്പോൾ നിങ്ങളും ഒരു പെണ്ണും പിള്ളയല്ലേ തള്ളേ, നിങ്ങളും ഒരു സ്ത്രീയല്ലേ കളവി, നിങ്ങൾ എന്നിട്ട് എന്തിനിരുന്ന് ഇങ്ങനെ പെണ്ണുങ്ങളെ ദുഷിക്കണമെന്ന് നിങ്ങൾ ചോദിക്കരുത് പൊന്നുമക്കളെ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തരാണ് തോന്നുന്നത്? ഇത്രയും വലിയ കടുംകൈയുടെ ആവശ്യമുണ്ടാ? ഇത്രയും ചെയ്യേണ്ട കാര്യമുണ്ടാ? നല്ല കഴിവുള്ള ഒരു നടിയാണ് കേട്ടോ. ഒരു തമിഴിൽ ഒരു സിനിമയുണ്ട് കേട്ടോ, ഈ പെണ്ണ് അഭിനയിച്ച ഒരു തലമുടിയൊക്കെ ഇല്ല,
എന്നിട്ട് തലമുടിയെല്ലാം വെച്ച് കെട്ടിക്കൊണ്ടൊക്കെ ഉള്ള ഒരു സിനിമയൊക്കെ ഉണ്ട്. അതിലൊക്കെ നല്ല അഭിനയിച്ചേക്കണ്. അപ്പം ഇത്രയും കഴിവുള്ള പെണ്ണൊക്കെ ആ കഴിവ് കാണിച്ചല്ലേ ആളെ കൂട്ടേണ്ടത്. അല്ലെങ്കിൽ നല്ല സംസാരങ്ങൾ സംസാരിക്കുക, ആ സംസാരത്തിൽ ആളുകളെ വീഴ്ത്ത്. അല്ലെങ്കിൽ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ നോക്കി നിന്ന് പോകണ പോലുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അതുപോലെയുള്ള ഡ്രസ്സുകളും മറ്റും ഇട്ടുകൊണ്ട് നടക്കുക. ഇങ്ങനെ തുണി ഇല്ലാതെ നടക്കണതും കാണിക്കേണ്ടതല്ലാത്തതായിട്ടുള്ള ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കണതിൻ്റെ ഉദ്ദേശം എന്താ? എന്നാൽ വേറെ ഉള്ള ഭാഗങ്ങളെല്ലാം കവർ ചെയ്തിരിക്കും കേട്ടാ. കുറേ എണ്ണങ്ങൾ അങ്ങനെ ഉണ്ട്. കൈ ഇവിടുന്ന് ഇവിടെ വരെ ഇവിടുന്ന് ഇവിടെ വരെ ഒക്കെ തയ്ച്ചിട്ട് ഇവിടെ എല്ലാം നല്ലപോലെ കവർ ചെയ്തിട്ട് പുറങ്ങളും കവർ ചെയ്തിട്ട് ഈ ഫ്രണ്ട് ഇവിടെ മൊത്തം അങ്ങ് തുറന്നിടും. അപ്പോൾ ഈ അമ്മിഞ്ഞാന്ന് പറയണത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനുള്ള സാധനമാണ്. അത് ഈ പ്രത്യുൽപാദനത്തിലൊക്കെ വലിയ അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. അത് നാട്ടുകാരെ കാണിച്ചുകൊണ്ട് നടന്നിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഡിമാൻഡ് കൂടുകയല്ല, നിങ്ങളുടെ വില നിങ്ങൾ കളയുകയാണ് എൻ്റെ പൊന്നു പെൺകുട്ടികളെ നിങ്ങൾ ചെയ്യണത്. പിന്നെ കുറേ എണ്ണങ്ങൾ സാരി ഉടുത്തിട്ട് ഇങ്ങനെ വന്നിരിക്കും കേട്ടാ. ഇപ്പം ഈ വീഡിയോയിലൊക്കെ കാണുന്നതാണ്. എന്നിട്ട് കാലിൻ്റെ മേലെ കാലും വെച്ചുകൊണ്ട് വന്നിരിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും, അപ്പോൾ എന്തൊരു നല്ല സാരി, എന്തൊരു ഡീസൻറ്റ് വസ്ത്രധാരണം. കുറച്ച് കഴിയുമ്പോൾ ഈ സാരി ഇങ്ങനെ കിടക്കുമല്ല, അതിനെ പതുക്കെ എടുത്ത് താത്തി ഇവിടോട്ട് കൊണ്ടെങ്കിലും അങ്ങനെ ഒരെണ്ണം കാണിക്കണം. അത് എന്തൊരു സ്വാക്കേടാണെന്ന് മനസ്സിലായില്ല. ഒരെണ്ണം ഇങ്ങനെ തള്ളി നിൽക്കണത് കാണിക്കണം, മറ്റത് മറച്ചും വയ്ക്കും. എന്തരിന് ഈ സാരി എന്തരിന് ഉടുക്കണത്? അപ്പോൾ അതും വേണ്ടെന്നങ്ങ് വെക്ക്. പിന്നെ ഈയിടെ കണ്ട് ബ്ലൗസ് ഇടാതെ ബ്ലൗസിന് പകരം ശരീരത്ത് പെയിൻ്റ് അടിച്ച് വെക്കണത്. എന്തെല്ലാം കണ്ടാലാ ജീവിതം ഒന്ന് തീർന്നു കിട്ടണത് എൻ്റെ പൊന്നുമക്കളെ. അപ്പോൾ ഈ സിനിമയിൽ അഭിനയിക്കണവളുമാരോട് എനിക്ക് പറയാനുള്ളത്, കുറേ എണ്ണങ്ങൾ ഇങ്ങനെ കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കാൻ കാണും. നിൻ്റെയൊക്കെ ശരീരം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കണത് പോലെയാണ് യവന്മാരൊക്കെ കാണിക്കണത്. അതിനെ വിൽപ്പനയ്ക്ക് വെക്കാനുള്ളതല്ല. ശരീരം വിൽപ്പനയ്ക്കെന്ന് പറയുമ്പോൾ എല്ലാവൻ്റെയും കൂടെ പോയി കിടക്കണത് മാത്രമല്ല, അങ്ങനെ മാത്രമല്ല ഉദ്ദേശിക്കണത്. നമ്മുടെ അനുവാദം ഇല്ലാതെ നമ്മുടെ ശരീരം മറ്റൊരുത്തിന് കാണാനോ ആസ്വദിക്കാനോ പറ്റരുത്. അങ്ങനെ നമ്മൾ കാണിച്ചു കൊടുത്താൽ അതിൻ്റെ അർത്ഥം വിൽപ്പനയാണെന്ന് തന്നെ അല്ലേ? പെണ്ണുങ്ങളുടെ ശരീരത്തിനും പെണ്ണുങ്ങളുടെ സ്ത്രീത്വം എന്ന് പറയണ സാധനത്തിനുമൊക്കെ വലിയ വിലകളുണ്ട് പൊന്നുമക്കളെ. ഈ പ്രായമൊക്കെ അങ്ങ് പോകും കേട്ടാ. തൊലികളൊക്കെ ചുലുങ്ങണ ഒരു പ്രായം വരും. വടിയും കുത്തിപ്പിടിച്ച് പല്ലും പൊഴിഞ്ഞ് കണ്ണും കാണാതൊക്കെ ഇരിക്കണ ഒരു പ്രായമൊക്കെ മനുഷ്യർക്ക് വരും. അപ്പോഴിരുന്ന് തിരിഞ്ഞു നോക്കും, ഞാൻ എങ്ങനെയൊക്കെ ജീവിച്ച്, എൻ്റെ നല്ല പ്രായത്തിൽ ഞാൻ എന്തൊരു സമൂഹത്തിന് വേണ്ടി ചെയ്ത്, ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്താൽ. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ചോദിക്കുക, അവളെന്താ വല്ലവരും കൊന്നാ, വല്ല തീവ്രവാദം ചെയ്താൽ, അവൾക്ക് ഇഷ്ടപോലുള്ള പോലെ തുണി ഉടുത്തതല്ലേ എന്ന്. ഓരോരുത്തർക്കും ആത്മവിശ്വാസം ഉള്ള രീതിയിൽ അവരവർ തുണി ഉടുത്താൽ പോരെന്നേ കുസുമേച്ച് ചോദിക്കണം. അല്ല, എന്തരനാണ് ഈ പെണ്ണിന് ഇട്ടിരിക്കണ തുണിയിൽ നല്ല ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തരന് പയലുകൾ ഫോട്ടോ എടുക്കാൻ കൂടെ വന്ന് നിന്നപ്പോൾ പൊത്തിപ്പിടിക്കണം എന്തരന്? അപ്പോൾ അറിയാമല്ല പൊത്തിപ്പിടിക്കണതിൻ്റെ കാര്യം എന്താ? യവന്മാർ ഫോട്ടോ എടുത്തുകൊണ്ട് കൊണ്ടുവച്ച് സൂം ചെയ്ത് ഇങ്ങനെ എൻ്റെ ശരീരം നോക്കിക്കൊണ്ടിരിക്കും, നോക്കി ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്യായിരിക്കും എന്നൊക്കെ ഉള്ള തോന്നൽ ഇവളുടെ ഉള്ളിലുള്ളത് കൊണ്ടല്ലേ ഇവൾ മറച്ചത്. ഇത് അറിഞ്ഞു വെച്ചും കൊണ്ടല്ലേ അപ്പോൾ ഇത് തുറന്നിട്ടുകൊണ്ട് ഇത്ര ആയിരക്കണക്കിന് ആളുകൾ കൂടുന്നിടത്ത് ചെന്നത്. എന്നിട്ട് ഇങ്ങനെ ചെല്ലുന്നവളമാരെ കൊണ്ട് ഇങ്ങനെ വിളക്ക് കൊളുത്തിക്കണുണ്ടാ? ഒന്നുമില്ല, വെറുതെ ഒരു കെട്ടുകാഴ്ച പോലെയാണ് ഇവളെയൊക്കെ വിളിക്കണത് ആളെ കൂട്ടാൻ വേണ്ടി. ഒരു തിരി കത്തിക്കണില്ല. അവിടെ നിൽക്കണ ബാക്കിയുള്ളവർ, ആ കടയുടെ ഒടയക്കാരനും അയാളുടെ പെണ്ണും പിള്ളേ അയാൾക്ക് വേണ്ട ആളുകളും ഒക്കെയാണ് തിരികളും മറ്റും കൊളുത്തണത്. ഓരോരുത്തരുടെ കയ്യിലോട്ട് തിരികളെടുത്ത് കൊടുക്കണതാണ് എവിടെ ജോലി, ദീപം എടുത്ത് കൊടുക്കണതാണ് എവളുടെ ജോലി. ഇങ്ങനെ എന്തിനാളുകളുടെ മുമ്പിൽ നോക്കൂത്തിയായിട്ട് നിന്ന് കാശുണ്ടാക്കി ജീവിക്കണം? എന്തരുന്നത്? ഒരു സിനിമാ നടിയുണ്ട് ഭാവന. അപ്പോൾ എല്ലായിടത്തും പോകുമ്പോൾ ഉദ്ഘാടനങ്ങൾക്ക് പോകണം, എന്തെല്ലാം സ്റ്റേജ് പരിപാടികൾക്ക് പോണത്. ആ പെണ്ണാണെങ്കിൽ സിനിമയിൽ ഏതൊക്കെ ഭാഷകളിൽ നല്ല നല്ല വേഷങ്ങൾ ചെയ്തേക്കണം. ഇപ്പോഴും ഇട്ടുകൊണ്ട് വരണ ഡ്രസ്സുകൾ കേട്ടാ. എൻ്റെ വീട്ടിലുള്ള കൊച്ചു പിള്ളേകളൊക്കെ എപ്പോഴും നോക്കിയിരിക്കും, ഭാവന ചേച്ചി ഏത് കളർ ചുരിദാർ ഇടണ്, ഏത് മോഡൽ ഇടണ്. എന്തൊരു നല്ല രസമാണ്, എന്തൊരു ഐശ്വര്യമാണ്.
അവരൊക്കെ പക്ഷെ സിനിമകളിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടല്ല ഈ അവർ ഇറക്കം കുറഞ്ഞതാ കൈ കുറഞ്ഞതാ അവരുടെ കഥാപാത്രം ആവശ്യപ്പെടണത് പോലെയുള്ള ഡ്രസ്സിങ് ഒക്കെ ചെയ്യും. അത് സിനിമയിൽ അവർ എന്തരോ ചെയ്യട്ടെ, അവരുടെ ജോലിയാണത്. പക്ഷെ ജീവിതത്തിൽ ലൈവായിട്ടൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്നാണ് കുസുമേച്ചി പറഞ്ഞത്. പൊന്നുമക്കളെ, വേറൊന്നും പറയണില്ല. ഇപ്പോൾ കൊച്ചു പെൺപിള്ളേരാണ്, അവർക്ക് പലതരത്തിലുള്ള ഡ്രസ്സുകൾ ഇടാൻ ഇഷ്ടം കാണും, ശരീരം കാണിക്കാൻ ഇഷ്ടമുള്ളവർ കാണും, കാണിക്കാതിരിക്കാൻ ഇഷ്ടമുള്ളവർ കാണും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഈ വക കാര്യങ്ങളൊക്കെ കുസുമേച്ചിക്ക് അറിയാം. കുറേ ലോകം ജീവിതമൊക്കെ കുസുമേച്ചിയും കണ്ടിട്ടുണ്ട്. ഒന്നും അറിയാത്തവളൊന്നും അല്ല കേട്ടാ, വിവരദോഷിയൊന്നും അല്ല കുസുമേച്ചി. പക്ഷേ ഇതൊക്കെ മനഃപൂർവ്വം കാണിക്കാൻ വേണ്ടി, പ്രദർശിപ്പിക്കാൻ വേണ്ടി ഇട്ടുകൊണ്ട് നടക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള മൂളയും കൂടെ നമ്മളെ പോലെയുള്ള പാവപ്പെട്ട കിളവന്മാർക്കും കിളവിയേക്കും ഉണ്ട്. കുസുമേച്ചി പറഞ്ഞത് കുസുമേച്ചിയുടെ അഭിപ്രായം, അറിവ്. നിങ്ങൾക്ക് എന്തരാണ് ഇതെല്ലാം കണ്ടിട്ട് പറയാനുള്ളതെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതണം കേട്ടാ.